കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പറയും അല്ലേ, ഊണ് കഴിഞ്ഞതിനെ പറ്റി നന്നായിരുന്നു ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നന്നായിരുന്നു എന്ന് പറയാൻ സാധിക്കും. അതങ്ങനെ അയവിറത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അങ്ങനെ തങ്ങി നിൽക്കാൻ സാധിക്കണം ഈ ഭാഗവതം കേൾക്കുമ്പോൾ. അപ്പൊ ഭാഗവതത്തിലെ വിവിധ കഥാപാത്രങ്ങള് നമ്മുടെ മനസ്സാകുന്നതായ രംഗവേദിയില് അങ്ങനെ തിമത്തി ആടിക്കഴിഞ്ഞതായ സമയത്ത് ഭാവനയോടുകൂടി ഇത് കേട്ട് നമുക്കൊരു ആനന്ദം ഉള്ളിൽ നിന്ന് നമുക്ക് സംഭവിക്കും. ആ ആനന്ദം അവശേഷിക്കുന്നു. അവനെയാണ് ഇവിടെ സഹൃദയൻ എന്ന് പറയുന്നത്. അവനെയാണ് രസികാഹ മുടിമാവുകാഹ എന്ന് പറയുന്നത്. അപ്പൊ ഇതില് മുഴുവനും രസികന്മാരെ എന്നാണ് പറയുന്നത്. ഇത് ആരാണോ വേണ്ടതുപോലെ കേൾക്കുന്നത് അവരാണ് രസികന്മാർ. നമ്മുടെ ജീവിതം പോലെ എന്ന് പറയാം. അതുപോലെ ഈ കഥകളെ മുഴുവനും കേട്ടു കഴിഞ്ഞാല് നമ്മുടെ ഉള്ളില് എന്താണ് അവശേഷിപ്പിക്കുന്നതായ ആനന്ദത്തെ ബ്രഹ്മാനന്ദ സഹോദരനായിട്ടാണ് പറയും. പൂർണ്ണമായിട്ടും ബ്രഹ്മാനന്ദം എത്തിയിട്ടില്ല. ഈ കഥ ഇങ്ങനെ ഇപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതായ സമയത്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു ആനന്ദം സ്വാഭാവികമായിട്ടും അങ്ങനെ ഒഴുകിയെത്തും നമ്മിലേക്ക്. അതിന് ബ്രഹ്മാനന്ദ സഹോദരനായിട്ടാണ് പറയും. അപ്പൊ ഈ ബ്രഹ്മാനന്ദ സഹോദരൻ ഇനി പൂർണ്ണമായിട്ടുള്ളതായ ബ്രഹ്മാനന്ദം അത് നമുക്ക് എങ്ങനെയാണ് ലഭിക്കുക? ജീവിതമാകുന്നതായ ഈ അനുഭവങ്ങളെ, രസകരമായിട്ടുള്ളതായ അനുഭവങ്ങളെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കണം. ജീവിതത്തിൽ എന്തും വന്നുകൊള്ളട്ടെ, സുഖമായിക്കൊള്ളട്ടെ, ദുഃഖമായിക്കൊള്ളട്ടെ, എന്തൊക്കെ പ്രാരാബ്ധങ്ങളായിക്കൊള്ളട്ടെ ജീവിതത്തില് അതിനെ ആസ്വദിച്ച് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക. ഇതത്ര എല്ലാവർക്കും സ്വീകാര്യമായി തോന്നില്ല. കാരണം സുഖം വരുമ്പോഴാണ് നമുക്ക് അനുഭവിച്ചിട്ട് രസം നമുക്ക് തോന്നുള്ളൂ, ആനന്ദം കിട്ടുള്ളൂ. സുഖത്തിന് മാത്രമാണ് ആനന്ദം എന്ന് കരുതിയിരിക്കുന്നവരാണ് നമ്മൾ. പക്ഷെ ദുഃഖത്തിന് അതിനെ ഒന്ന് അതേപോലെ എടുത്ത് അനുഭവിക്കാൻ സാധിച്ചാല് ഈ ദുഃഖത്തിൽ കൂടി പരമമായ ആ ബ്രഹ്മാനന്ദത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ്. അതാണ് ഭാഗവതം നമുക്ക് കാണിച്ചു തരുന്നത്. എത്രയോ രാജാക്കന്മാരുടെ കഥകള് നാമസ്കന്ധത്തിൽ പറയുന്നുണ്ട്. അവര് പൂർണ്ണമായിട്ടും രാജാക്കന്മാരാകുമ്പോൾ പൂർണ്ണമായിട്ടും ആനന്ദം അല്ലെങ്കിൽ സന്തോഷം, ജീവിതത്തിലെ സന്തോഷം അനുഭവിച്ചിട്ടുള്ളവരാണ്. അപ്പൊ അവർക്ക് പോലും അവസാനം ഒരു ചെറിയ ഒരു ദുഃഖത്തിന് കാരണമായിട്ട് എന്തെങ്കിലും ഒന്ന് ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ ദുഃഖത്തിൽ കൂടി പരമമായതിലേക്ക് അവർക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ കേൾക്കണം ഈ ഭാഗവതം നമ്മുടെ ജീവിതവുമായിട്ട് കൂട്ടി കലർത്തി ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് വേണം കേൾക്കേണ്ടത്. അതാണ് തന്നെ ഈ ഭാവത്തോടു കൂടി ഇതിനെ കേൾക്കണം.